മുമ്പ് ഇന്ത്യയുടെ വൈസ് ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നു. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, BJPയെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ഇല്ലാത്ത ഒരു വലിയ വിജയം കിട്ടിയത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായിരുന്ന കാലത്താണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ നേടിയ വോട്ടാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടാണെങ്കിലും വി മുരളീധരൻ ഉയർത്തിയ വോട്ട് വിഹിതമാണെങ്കിലൊക്കെ അപ്പോഴും സംസ്ഥാന അധ്യക്ഷൻ ഒരു പാർട്ടി പ്രവർത്തനങ്ങൾ സംസ്ഥാനപരമായിട്ട് ഏകോപിപ്പിക്കുന്നതിലുള്ള ഒരു മിടുക്കൊക്കെ അതിനകത്ത് അംഗീകരിച്ചു പോകണമല്ലോ. എന്നിട്ടും താങ്കളടക്കം പറഞ്ഞത് നേതൃമാറ്റം വരണം BJPയിൽ, വളരെ അത്യാവശ്യമാണ്, ഇത് കുത്തഴിഞ്ഞു കിടക്കുകയാണ്, സംഘ പറയുന്നതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളല്ല നടക്കുന്നതെന്നുള്ള തുറന്ന വിമർശനങ്ങൾ താങ്കളുടെ അടക്കം ഭാഗത്തുനിന്നുണ്ടായി. ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണോ? അല്ല, ഞാനെന്ന് വിമർശിച്ചതേ സുരേന്ദ്രൻ കഴിവില്ല എന്നല്ല വിമർശിച്ചത്. സുരേന്ദ്രന് കഴിവുകളുണ്ട്. ഒരു BJPക്കകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് BJP ആണ്. ഞാൻ ഘടകകക്ഷിയാണ്. ഞാൻ NDAയുടെ വൈസ് ചെയർമാനാണ്. ഞാൻ അന്ന് പറഞ്ഞത് കടിഞ്ഞാണില്ലാത്ത കുതിര എന്നാണ്. ഇപ്പോൾ RSSന്റെ ഭാഗത്തു നിന്നുള്ള ഫുൾ ടൈമർ ഇല്ല, അപ്പൊ നിയന്ത്രണമില്ല. രണ്ട് ഘടകകക്ഷികളെ അവർ അംഗീകരിക്കുന്നില്ല. അത് ഞാൻ അന്ന് പറഞ്ഞത് ശരിയാണ്. അല്ലാതെ സുരേന്ദ്രന് കഴിവില്ല എന്നൊരു വാക്ക് ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല, അത് പറയുകയില്ല. പക്ഷേ ഇലക്ഷനൊക്കെ വരണ സമയത്ത്, അതിന്റെ പരാജയം വരണ സമയത്ത് കൂട്ടിയോജിപ്പിച്ച് അതിന്റെ പരാജയത്തിന്റെ വിലയിരുത്തണമല്ലോ. ഇപ്പൊ കാറ്റിങ്ങല്, തിരുവനന്തപുരം ഈ ഇലക്ഷനൊക്കെ നടന്നിട്ട് വിലയിരുത്തൽ നടത്തിയില്ലല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ ഈ വിലയിരുത്തൽ നടത്താത്ത സമയത്ത് നേതൃത്വം എന്ന് പറയുന്നത് സുരേന്ദ്രനാണ്. അപ്പം അതിൽ ഞങ്ങൾക്ക് ഘടകകക്ഷി എന്ന നിലയിൽ കാമരാജ് കോൺഗ്രസിന് എതിരുണ്ട്. അതാണ് ഞങ്ങൾ തുറന്നു പറഞ്ഞത്. എല്ലാ സ്ഥലങ്ങളിലും വീഴ്ചകൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അത് BJP മാത്രം കണ്ടെത്തി വെച്ചോണ്ടിരിക്കേണ്ടതല്ലല്ലോ. ഘടകകക്ഷിയായ ഞങ്ങളുമായിട്ടൊക്കെ ഇത് ചർച്ച ചെയ്യണ്ടേ. ഇത് ഞാൻ NDAയുടെ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്. ആ മീറ്റിംഗിൽ പറഞ്ഞിട്ട് പരിഹരിക്കാത്തത് കൊണ്ടാണ് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ എഴുതിയത്. ഇതാണ് ഘടകകക്ഷികളെ കൂടി അംഗീകരിച്ച് മുമ്പോട്ട് പോയാൽ കുറച്ചുകൂടി മെച്ചമാവും. അല്ല, സുരേന്ദ്രൻ നേതൃത്വത്തിൽ വന്നതിന് ശേഷമാണല്ലോ ഇപ്പൊ MP ഉണ്ടായത്, എത്ര വാർഡുകൾ ജയിച്ചു വന്നത്, എത്ര സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്ത് വന്നത്, അത് നേതൃത്വമാണ്. പിന്നെ BJPയെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായമാണെങ്കിൽ എനിക്കറിയാം, ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചല്ലല്ലോ ആ പാർട്ടി പ്രവർത്തിക്കുന്നത്, കൂട്ടായ പ്രവർത്തനം. അതില് അർഹതപ്പെട്ട നിരവധി ഘടകകക്ഷികൾ വന്നിട്ടും ചെറിയ കഴിവേ ഉള്ളുവെങ്കിലും അവരെ അംഗീകരിച്ച് ചർച്ച ചെയ്ത് അവരെ കൂട്ടത്ത് നിർത്തണ്ടേ. അത് ചെയ്യാൻ ഈ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തമായ അഭിപ്രായം. ഓക്കെ.